കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ചരിത്രം കുറിച്ച് കുഞ്ഞിമംഗലം ഗവൺമെന്റ് സെൻട്രൽ യു.പി. സ്കൂൾ AI റോബോട്ടിക്സ് സാങ്കേതിക വിദ്യകൾ ഇനി നമ്മുടെ സാധാരണക്കാരായ കുട്ടികളുടെ വിരൽത്തുമ്പിലേക്ക്. കേരളത്തിൽ AI റോബോട്ടിക് ലാബ് സ്വന്തമാക്കുന്ന രണ്ടാമത്തെ സർക്കാർ യു.പി. സ്കൂൾ എന്ന അപൂർവ നേട്ടത്തോടെ ഈ വിദ്യാലയം ഇപ്പോൾ പൂർണ്ണ സജ്ജമായിരിക്കുകയാണ്. കുഞ്ഞിമംഗലം ഗവൺമെൻറ് സെൻട്രൽ യു.പി. സ്കൂളിൽ AI റോബോട്ടിക് ലാബ് കൊണ്ടുവന്ന കൊക്കോസ് എന്ന കമ്പനിയുടെ ചീഫ് പ്രൊഡക്റ്റ് ഓഫീസറാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ചേരുന്നത്. സാർ, ഇതിൻ്റെ സിലബസും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ്? ഞങ്ങൾ ഈ കുഞ്ഞിമംഗലം സ്കൂളിൽ 7ാം ക്ലാസ് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഈ ലാബ് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. 7ാം ക്ലാസ് കുട്ടികൾ എന്ന് പറയുമ്പോൾ കുട്ടികൾ ഈ വർഷം ഈ കുട്ടികൾ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ആ കുട്ടികൾക്ക് ബേസിക്കലി 2 ലാംഗ്വേജസ്, അതായത് സ്ക്രാച്ചും പൈത്തണും 2 ലാംഗ്വേജസ് പഠിപ്പിച്ചിട്ട് അത് സ്ക്രാച്ചിന് പറ്റിയ ഒരു റോബോട്ട് ഞങ്ങൾ കൊണ്ടുണ്ട്. ഐബോട്ട് എന്നാണ് അതിൻ്റെ പേര്. അതുപോലെ പൈത്തൺ പഠിക്കുന്ന കുട്ടികൾക്ക് ഐബോട്ട് എന്നൊരു റോബോട്ടും ഉണ്ട്. അപ്പോൾ കുട്ടികൾ സ്ക്രാച്ച് പഠിപ്പിക്കും. ആ സ്ക്രാച്ച് ലാംഗ്വേജ് വെച്ചിട്ട് ഈ ഐബോട്ട് എന്ന ഫിസിക്കൽ റോബോട്ടിനെ കൺട്രോൾ ചെയ്യാൻ കുട്ടികൾക്ക് ഇത് ചെയ്ത് കഴിയുമ്പോൾ പറ്റും. എന്ന് പറഞ്ഞ പോലെ പൈത്തൺ പഠിക്കുന്ന കുട്ടികൾക്ക് എംബോട്ട് എന്ന റോബോട്ടിനെ കൺട്രോൾ ചെയ്യാവുന്ന വിധത്തിൽ AI-യും റോബോട്ടിക്കും കൂടെ കൂടിയിട്ട് AI റോബോട്ടിക് ലാബാണ്. വെറും റോബോട്ടിക്സ് ലാബ് അല്ല ഇത്. ദിസ് ഈസ് AI റോബോട്ടിക്സ് ലാബ്. ബേസിക്കലി ദേ ആർ ലേണിംഗ് കോഡിംഗ്, AI ആൻഡ് റോബോട്ടിക്സ് ഇൻ വൺ സിംഗിൾ ലാബ്. അതാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. നിലവിൽ ഇപ്പോൾ ഈ ഒരു ഡിജിറ്റൽ യുഗമാണ്. കുട്ടികളൊക്കെ സാങ്കേതിക വിദ്യയെ അത്രത്തോളം അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ 7ാം ക്ലാസ്സിലെ കുട്ടികൾക്കാണ് എന്ന് പറഞ്ഞാൽ അല്ലേ, അവർ എത്ര പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്തു ഈ ഒരു സിലബസ്? ബേസിക്കലി ഞങ്ങളിപ്പോൾ 2 ദിവസമായിട്ട് ഞങ്ങൾ കുട്ടികൾക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ മനസ്സിലായെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ആകെ ഉള്ളത് ഇവർക്ക് എക്സ്പോഷറിൻ്റെ കുറവ് മാത്രമല്ല, കിട്ടിക്കഴിഞ്ഞാൽ ദേ ആർ വെരി ഈസിലി ലേണിംഗ് ഓൾ ദീസ് തിങ്സ്. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുമ്പോൾ പോലും വളരെ പെട്ടെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. പ്രത്യേകിച്ചും ഇത് അവർ തിയററ്റിക്കലി അല്ല. ഇത് ഞങ്ങൾ നിങ്ങളിപ്പോൾ നമ്മുടെ ബുക്കൊക്കെ ഉണ്ടാകും നോക്കാം, ബുക്കിനകത്ത് തിയറി വളരെ കുറച്ചേ ഉള്ളൂ. ഞങ്ങൾ തിയറിയേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ചെയ്ത് നോക്കുന്നില്ല. അപ്പോൾ കുട്ടികൾക്ക് തന്നെ ഇത് അവരുടെ അടുത്ത എല്ലാ കുട്ടികൾക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ. അപ്പോൾ ഇവർക്ക് ചെയ്ത് നോക്കുമ്പോൾ ചെയ്യുന്ന ഓരോ സാധനവും ചെയ്യുന്ന സംഭവം ചെയ്ത് കാണുമ്പോഴുള്ള ഒരു താല്പര്യമുണ്ട്. ഈ താല്പര്യത്തിൻ്റെ പുറത്ത് അവർക്ക് അടുത്തത് പഠിക്കാനുള്ള താല്പര്യമുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ നമ്മുടെ AI റോബോട്ടിക് ലാബ് നമ്മുടെ കുഞ്ഞിമംഗലം ഗവൺമെൻറ് സെൻട്രൽ യു.പി. സ്കൂളിൽ നാളെ ഉദ്ഘാടനം ചെയ്യാൻ പോകുകയാണ് അല്ലേ. അപ്പോൾ ചെറിയൊരു വിമർശനം എന്ന രീതിയിൽ ഞാൻ പറയുകയാണ്, ഇത് കുറച്ചുകൂടെ നേരത്തെ ആവാമായിരുന്നു. കാരണം സാങ്കേതിക വിദ്യ ഇത്രയും വളർന്നു നിൽക്കുന്ന ഈ ഒരു സമയത്ത് കുറച്ച് വൈകിപ്പോയോ എന്ന് ഒരു തോന്നൽ വന്നിട്ടുണ്ടോ? അല്ല, യഥാർത്ഥത്തിൽ നമ്മുടെ മണ്ഡലത്തിൽ ഒരു AI റോബോട്ടിക് ലാബ് അത് മുഴുവൻ സ്കൂളിലും ഉണ്ടാക്കണമെന്നൊരു വലിയ ആഗ്രഹത്തിലാണ് ഞാനതിൻ്റെ ഒരു യാത്ര എന്ന് വേണമെന്ന് പറയാം. ഇത് കണ്ടുമുട്ടലുകൾ യഥാർത്ഥത്തിൽ ഈ AI റോബോട്ടിക് ലാബിൻ്റെ തന്നെ തുടക്കം ലോക കേരള സഭയിൽ നിന്നാണ്. ലോക കേരള സഭയിൽ എൻ്റെ സുഹൃത്തു കൂടെ ശ്രീ ലിഷാർ, അദ്ദേഹം അമേരിക്കയിൽ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘടനയാണ് നന്മ, അവിടുത്തെ മലയാളികളുടെ ഒരു കൂട്ടായ്മയാണ്. അദ്ദേഹം ഇങ്ങനെ കേരളത്തിൽ ഒരു ഗവൺമെൻറ് മേഖലയിൽ ഞങ്ങളൊരു കോൺട്രിബ്യൂഷനിൽ ഇത്തരത്തിലുള്ളൊരു AI റോബോട്ടിക് ലാബിനെ കുറിച്ച് ആലോചിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആലോചനയിൽ ഒന്നാമത്തത് കല്യാശ്ശേരിയിൽ വേണം എന്ന് അദ്ദേഹത്തോട് സംസാരിച്ചു. പിന്നീട് ശ്രീ സൂരജ് അദ്ദേഹമായിട്ട് നമ്മളെ രാമന്തളിക്കാരനാണ്. അദ്ദേഹം കൊക്കോസ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട കേരളത്തിൽ തന്നെ ഈ AI റോബോട്ടിക് മേഖലയിൽ വളരെ സജീവമായി നിൽക്കുന്ന ഒരു കമ്പനിയുടെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ കൂടിയാണ്. അദ്ദേഹം ത്രൂ ഞാൻ ശ്രീ സൂരജുമായിട്ട് പരിചയപ്പെട്ടു. അവിടെ നിന്നാണ് ഈ ഒരു രീതിയിലേക്കുള്ള AI റോബോട്ടിക് ലാബ് എന്ന ഒരു സ്വപ്നം. ഒരുപക്ഷെ ഇതിപ്പോൾ കണക്ക് നോക്കിയാൽ പറയപ്പെടുന്നത് കേരളത്തിൽ തന്നെ ഒരു ഗവൺമെൻറ് സ്കൂളിലെ UP സ്കൂളിലെ രണ്ടാമത്തെ AI റോബോട്ടിക് ലാബാണ്. അപ്പോൾ ഏതായാലും അത് യാഥാർത്ഥ്യമായി. MLAയുടെ ആസ്തി വികസന ഫണ്ട് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടും അതോടൊപ്പം നന്മയുടെ അവരുടെ ഒരു CSR ഫണ്ട് ഉപയോഗപ്പെടുത്തി കൊക്കോസ് മുഖാന്തരമാണ് നമ്മൾ ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നത്. അടുത്തൊരു സ്വപ്നമായിട്ട് വെക്കുന്നത് 10 പഞ്ചായത്തുണ്ട്. ആദ്യഘട്ടത്തിൽ 10 പഞ്ചായത്തിലെങ്കിലും ഓരോണ്ണം വെച്ച് പിന്നീട് എല്ലാ സ്കൂളുകളിലേക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു തുടക്കമാണ്. ഒരു സ്വപ്നത്തിൻ്റെ തീർച്ചയായും ഒരു വലിയ യാത്രയുടെ അതിൽ ഒരുപാട് ആൾ കൂടിച്ചേർന്നു. ഞാൻ ഈ ഘട്ടത്തിൽ നെറ്റ്വർക്കിൽ ലിഷാറിനെ കുറിച്ച് ആ പേര് പറയാതെ പോകാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞത്. പിന്നീട് ശ്രീ സൂരജ്, അദ്ദേഹവും ഞാനും നമ്മൾ ഒരുപാട് തവണ ഇരുന്ന് ആലോചനകൾക്ക് ശേഷമാണ് നമ്മൾ പിന്നീട് ഗവൺമെൻറ് സെൻട്രൽ യു.പി. സ്കൂൾ തിരഞ്ഞെടുക്കുന്നത്. ഒരു ജനപ്രതി എന്ന രീതിയിൽ, ഒരു MLA എന്ന രീതിയിൽ ഞാൻ ആഗ്രഹിച്ച ഒരു വലിയ ഭാഗമാണ്. എൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു ഒരു AI റോബോട്ടിക് ലാബ്. അത് കഴിഞ്ഞ വർഷം തന്നെ ഉദ്ഘാടനം ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ പല ഘടകങ്ങൾ അത് ഈ രീതിയിലേക്ക് എത്തി. ഏതായാലും ആ സ്വപ്നം നാളെ സാക്ഷാത്കരിക്കുകയാണ്. അതൊരു സ്റ്റാർട്ടിംഗ് ആണ്. നാളെ ഇതൊരു ഉദ്ഘാടനത്തോടു കൂടി ഈ വിദ്യാലയത്തിലെയും ഇത് ആഗ്രഹിക്കുന്ന കുട്ടികൾക്കുള്ള കേന്ദ്രമായിട്ട് ഇത് മാറും. അതോടൊപ്പം ഭാവിയിൽ
കൂടുതൽ സ്കൂളുകളിലേക്ക് ഈ AI റോബോട്ടിക് ലാബ് എത്തിക്കാൻ. അത് ചോദ്യം ചോദിച്ചാൽ കറക്റ്റാണ്. അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ നമ്മൾ തുടങ്ങാനുള്ള ആലോചനയൊക്കെ തുടങ്ങിയതാണ്. ആദ്യമേ ഏതാണ്ട് ഒരു 6 മാസം മുന്നേ ഇത് പൂർത്തീകരിക്കപ്പെടേണ്ടതായിരുന്നു. പക്ഷേ ഓരോ ഘടകങ്ങൾ അതിനകത്ത് വന്നു, തടസ്സങ്ങൾ പല രൂപത്തിൽ വന്നു. അതെല്ലാം പരിഹരിച്ച് നാളെ ഇത് തുറന്നു കൊടുക്കുകയാണ്. ഇത് കല്യാശ്ശേരി മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം, ഇവിടുത്തെ MLA എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വ്യക്തിപരമായി വളരെ അഭിമാനകരമായ ഒരു ഭാഗമാണ്. നിയമസഭയിൽ അവതരിപ്പിക്കും. കൂടുതൽ സ്കൂളുകളിലേക്ക് ഇത് എത്തിക്കാനുള്ള ഇടപെടൽ എൻ്റെ കൂടി ഭാഗത്തുനിന്നുണ്ടാകും. ഓക്കെ, എന്തായാലും ഇനി വരുന്ന സ്കൂളുകളിലേക്കും ഈ ഒരു ഐഡിയ വ്യാപിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ സാധിക്കട്ടെ എന്നാണ് പറയാനുള്ളത്. ക്യാമറമാൻ പ്രണവ് പെരുമാമ്പിക്കൊപ്പം അഞ്ജലി ലക്ഷ്മണൻ, നെറ്റ്വർക്ക് ന്യൂസ്.